ചേച്ചി പലതവണ ആത്മഹത്യ ശ്രമിച്ചതാണ്. പിന്നെ ഞാനിന്ന് ഒറ്റ കാരണം കൊണ്ടാണ് പുള്ളിക്കാരത്തി അതിൽ നിന്ന് വിട്ടുമാറിയത്. മദ്യപാനത്തിന്റെ അടിമയായി ഞങ്ങളെ ഒരു തട്ടുകട നടത്തി അതിനെല്ലാം അടിച്ചു തകർത്തു. എന്നെ ഒത്തിരി അങ്ങ് നശിപ്പിച്ചു. ഞാൻ എന്നിട്ട് ഏറ്റുങ്കര സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ കോടതിയിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഭർത്താവും കൊച്ചുമുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവൻ പോയി അവന്റെ കാര്യം നോക്കുന്നുണ്ട്. 5 വർഷം വരെ എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പൊ ഭർത്താവും മക്കളും ഒന്നും എന്റെ കാര്യം നോക്കുന്നില്ല. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞോട്ട് നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ താഴേണ്ട കാര്യമില്ല. നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. പലരും ഈ കടം കയറുമ്പോൾ ആത്മഹത്യയാണ് അവർക്ക് ഒരു ശരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ അവണാകുടിയിലെ 2 ചേച്ചിമാരുടെ കഥയാണ്. അപ്പൊ ആ ചേച്ചിമാര് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവര് ജീവിത മാർഗത്തിന് വേണ്ടി പുതിയൊരു വഴി തേടി പോയിരിക്കുകയാണ്. അതെന്താണ് നമുക്കൊന്ന് കാണാം. നമ്മളെ വീണ്ടും കണ്ടുമുട്ടി. അതെ. അപ്പൊ നിങ്ങളെ ജീവിതം വഴിമുട്ടിയത് കൊണ്ട് ഇപ്പൊ പുതിയ സംരംഭമായിട്ട് ഇറങ്ങി ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് തേടിയതാണ്. അതെ. എന്തൊക്കെയുണ്ട്? നൊങ്ക്, ഞങ്ങള് ഫ്രൂട്ട് സലാഡ് ഉണ്ട്, തണ്ണിമത്തന്റെ ജ്യൂസ് ഉണ്ട്, പിന്നെ നെല്ലിക്ക അച്ചാറ്, പിന്നെ നെല്ലിക്ക വെള്ളം അല്ലേ? അതെ, നെല്ലിക്ക വെള്ളം, പിന്നെ നൊങ്ക് കരിക്ക്. ഈ നൊങ്ക് കരിക്കൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വരുന്നതാണോ? അല്ല, അത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. തമിഴ്നാട്ടിൽ. അതെ. എത്ര ആഴ്ചകൾ കൂടുമ്പോഴാണ് വരുന്നത്? ആഴ്ച കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കളക്ഷൻ തീരുന്നതനുസരിച്ച് എടുക്കും. വിളിച്ചു പറയൂല? അതെ, വിളിച്ചു പറയുമ്പോ അവർ കൊണ്ടുതരും. ഞങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോഴേ എടുക്കും. ഇപ്പൊ നല്ല വേനൽ സമയമാണല്ലോ. അതെ. അത്യാവശ്യം ബിസിനസ് ഉണ്ടോ? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. വലിയതൊന്നല്ല. നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കാരണം പ്ലേറ്റിന്റെ ഇത് വെച്ചാൽ ഞങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ലാത്ത കാരണം ഇപ്പോഴും ഒത്തിരി കസ്റ്റമർ വന്ന് ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ എല്ലാ ഫീൽഡിലും പോയി ക്യാൻവാസ് ചെയ്തതാണ്. കടക്കാർ തന്നെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കടക്കാർ വരെ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. അത് കാരണം പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ഇത് തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. എങ്കിലും ഞങ്ങൾ പരിചയത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ പ്ലേറ്റുകൾ വന്ന് ചോദിക്കുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താതെ ഞങ്ങൾ അയക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ. ചേച്ചി എന്താ പറയുന്നത് പുതിയ ബിസിനസിനെ പറ്റിയൊക്കെ? പുതിയ ബിസിനസിനെ പറ്റി ഞങ്ങൾക്ക് വേറെ വഴി മാർഗം ഇല്ലാഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങൾ ഇത് തുടങ്ങിയതാണ്. ഇപ്പൊ വേനൽ സമയമായതുകൊണ്ടും എല്ലാം ഞങ്ങൾക്ക് ഒരുവിധം കച്ചവടം അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇത് ലോണടയ്ക്കാനുള്ള വഴി, ഞങ്ങളുടെ ആഹാരം, ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടെയുള്ള ഇത് ഒരു മാർഗമേ ഉള്ളൂ. ആ പ്ലേറ്റിന്റെ ഇതും കൂടെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ഇതൊക്കെ പോകുമായിരുന്നു. പക്ഷെ പ്ലേറ്റ് എടുക്കണം, അതിന്റെ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഒത്തിരി കാശ് വേണമല്ലോ. പിന്നെ ഇതങ്ങനെ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. സ്വന്തം വീടാണോ? വാടക വീട്ടിലാണ്? വാടക വീട്ടിലാണ്. വാടക കൊടുക്കണം. ഡെയിലി അന്നുള്ള കാര്യങ്ങൾ, ഞങ്ങളെ മെഡിസിൻ എല്ലാം ഇതിന് കൂടെയാണ് കഴിഞ്ഞു പോവാൻ. പിന്നെ ഒത്തിരി നാൾ ഗൾഫിലിരുന്ന ഞാനാണ്. പിന്നെ വീട്ടിലെ കാര്യവും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നല്ലവണ്ണം സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാം അവരവരുടെ കാര്യങ്ങളായി നമ്മള് വീണ്ടും പഴയ കണക്കായി. അമ്മയെ പാതി വഴി ഉപേക്ഷിച്ചു. ഇപ്പോഴും അങ്ങനെ ഭയങ്കര മദ്യപാനത്തിന്റെ അടിമയായി ഞങ്ങളെ ഒരു തട്ടുകട നടത്തി അതിനെല്ലാം അടിച്ചു തകർത്തു. അടിച്ചെല്ലാം ചീത്തയാക്കി എന്നെ ഒത്തിരി അങ്ങ് നശിപ്പിച്ചു. കാരണം ഞങ്ങൾ ചിട്ടിയും എല്ലാം വാങ്ങിയാണ് തുടങ്ങിയത്. ശാരീരികമോ മാനസികമായും? മാനസികമായിട്ട്. ശാരീരിക എന്നെ തല്ലിയിട്ടേ ഇല്ല. പക്ഷെ തല്ലണതിനേക്കാൾ ഭയങ്കരമാണ് കാണിച്ചത്. ഈ മെയിൻ റോഡിൽ വന്ന് ഞങ്ങൾ എന്റെ പലഹാരത്തിന്റെ ആ ബോക്സും എന്റെ അടുപ്പും ഈ സകലതും, എന്നിട്ട് വീട്ടിലുള്ള സകല സാധനവും അടിച്ചു പൊട്ടിച്ചു. എല്ലാം തകർത്തെറിഞ്ഞിട്ട് വാരിക്കെട്ടി പോയി. ഞാൻ എന്നിട്ട് ഏറ്റുങ്കര സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ കോടതിയിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു പച്ചക്കറി കടയിൽ നിൽക്കണം എന്നറിഞ്ഞു. പക്ഷെ ഇതിന്റെ നഷ്ടപരിഹാരവും എല്ലാം എനിക്ക് ചെലവിന് തരുന്നില്ല. എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടതുപോലെ നിൽക്കുകയാണ് ഞാൻ. മോനാണെങ്കിൽ ഒരു മോനാണോ? ഒരു മോനും ഒരു മോളും. മോളിപ്പോ ഇവിടെ ഇല്ല, മോള് കാനഡയിലാണ്. ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. അവർക്ക് ജോലിയൊന്നും അങ്ങനെ ആയില്ല. അവിടെ പോയി ഒത്തിരി നാളൊക്കെ ആയാലേ ജോലിയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ മോനാണെങ്കിൽ അവന് വർക്ക് ചെയ്തിരുന്നിടത്ത് ഒരു കൊച്ചുള്ള ഒരു പെണ്ണിനെയൊക്കെ വിളിച്ചോണ്ട് പോയി. ഞാന് കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് അവനെ നോക്കി ഞാൻ അങ്ങ് ഇട്ടിരുന്നത്. പക്ഷെ അനുസരണം ഇല്ലാത്തവെന്നായെന്ന് എനിക്കറിയില്ല. പക്ഷെ അവനങ്ങ് പോയി ഒരു ഭർത്താവും കൊച്ചുമുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവൻ പോയി അവന്റെ കാര്യം നോക്കുന്നുണ്ട്. 5 വർഷം വരെ എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പൊ ഭർത്താവും മക്കളും ഒന്നും എന്റെ കാര്യം നോക്കുന്നില്ല. ഇത് തന്നെ പറയാം. പിന്നെ ഞാനിതാ ഇതിൽ വെച്ച് അങ്ങനെ പിടിച്ചു.
പോകുന്നുണ്ട്. അപ്പൊ അവരുടെ പേരിൽ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാം. എന്റെ ഒരു മനസാക്ഷിക്ക് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇതിന്റെ പുറകെ പോണേലും ഇത്തിരി കാശൊക്കെ വേണമല്ലോ. ഇത് കോടതിയിൽ പോകുന്നതിനും പിന്നെ വക്കീലിന് കേസ്, അവർക്ക് കൈക്കൂലി, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൊടുത്താലേ അവർ മുന്നോട്ട് പോകും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ ഒന്നും വഴി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അവർ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാണ് അവർ ഇരിക്കുന്നത്. ഞാൻ വിടില്ല. ചേച്ചിക്ക് ഇപ്പൊ തുണയായിട്ടുള്ളത് ഈ അനിയത്തിയാണ്. ഈ അനിയത്തി മാത്രമാണ് തുണയായിട്ടുള്ളത്. ഈ അനിയത്തി എങ്ങനെയാണ് കൂട്ടായിട്ട് കിട്ടിയത്? അവൾ എന്റെ ഫ്രണ്ടാണ് യഥാർത്ഥത്തിൽ. എന്റെ ഫ്രണ്ടാണ് അവള്. ഞങ്ങളൊരു തുണിക്കടയില്, കുഴിവള ടെക്സ്റ്റൈൽസിൽ തുണിക്കടയിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ കൂട്ടായി വന്നതാണ്. അവളെ വേറൊരു ജീവിതം, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. വയസ്സായ അമ്മയും അവളുമാണ് അവളുടെ വീട്ടിലുള്ളത്. ഞാനിപ്പോ ഒറ്റയ്ക്കായ കാരണം അവളെ ഇവിടെയും നിൽക്കും, കുറച്ച് അവിടെയും അങ്ങനെ പോയി വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരാള് മാനേജ് ചെയ്യുമ്പോ അതെ. അങ്ങനെ ഇപ്പൊ അവളും കൂടെ ഇല്ലാതെ എനിക്കത് തനിയെ നടത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് കരിക്ക് വെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ അവളൊരു തുണയായിട്ട് അങ്ങനെ എന്റെ എല്ലാ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും എന്തിനാണെങ്കിലും അവളും കൂടെ ഉണ്ട്. അപ്പം വാടക, മെഡിസിൻ, നല്ലൊരു തുകയാവണുണ്ട്. അപ്പൊ ഈ വാടകയൊക്കെ എങ്ങനെയാണ് കൊടുത്തു പോകുന്നു മുന്നോട്ട്? ഞങ്ങൾക്ക് ഇപ്പൊ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അപ്പൊ അവിടത്തേക്ക് തന്നെ 5000 രൂപ മാസ വാടകയുണ്ട്. അപ്പൊ ഞങ്ങളുടെ പാവത്തം കണ്ടുകൊണ്ടാണ് 1000 രൂപ വരെ അവർ കുറച്ച് തന്നത്. പിന്നെ കറണ്ട് ബില്ല്, നമ്മൾ പേപ്പർ പ്ലേറ്റിന്റെ മെഷീൻ ഇട്ടിരിക്കുന്നിടത്തുള്ള അത് കൊടുക്കണം, വാടക കൊടുക്കണം. കറണ്ട് ബില്ല് തുറന്നാലും തുറന്നില്ലെങ്കിലും അവിടുത്തെ വാടകയും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോഴേ കറണ്ട് ബില്ല് അതെ, ഈ നൊങ്കും കരിക്കും വെച്ചതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ വെറുതെ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ലാഭമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ, കൂടുതൽ എടുത്ത് വെച്ചാൽ കൂടുതൽ ലാഭം കിട്ടും. പക്ഷെ കൂടുതൽ എടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല. ഇത് തന്നെ ഞങ്ങൾ ചിട്ടി മേടിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ബന്ധുക്കള് എല്ലാവരും ഉണ്ടെന്ന് കരുതിയിട്ടും ആരെ കൊണ്ട് ഒരു സഹായവും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ചേച്ചി പലതവണ ആത്മഹത്യ ശ്രമിച്ചതാണ്. പിന്നെ ഞാനിന്ന് ഒറ്റ കാരണം കൊണ്ടാണ് പുള്ളിക്കാരത്തി അതിൽ നിന്ന് വിട്ടുമാറിയത്. പക്ഷെ ഇനി അങ്ങനെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ താഴേണ്ട കാര്യമില്ല. നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. പലരും ഈ കടം കയറുമ്പോൾ ആത്മഹത്യയാണ് അവർക്ക് ഒരു ശരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ രണ്ടുപേരും വലിയൊരു അതെ, എന്ത് നല്ല ജോലി ചെയ്ത് എന്ത് ജീവിക്കാം. ഞങ്ങളുടെ ഒരു വീട്ടുജോലിക്ക് പോയാലും ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങിയാലും കുഞ്ഞുമക്കളെ വെച്ചിട്ട് കഴിയുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ഭർത്താവ് കുടിച്ചിട്ട് വന്ന് അവർ തല്ലുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്ത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്കും കൂടെ ഇതൊരു പ്രചോദനമാവണം. എന്തെങ്കിലും തുടങ്ങി ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതാണ്. ഒരു കാരണം ആത്മഹത്യ പ്രതിവിധി അല്ല. അതെ, പിന്നെ ബാങ്കുകാർ വന്ന് നമുക്ക് ഫോഴ്സ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ടുള്ള ജീവിതം ഇനി എന്തുവാണ്, അതൊക്കെ ഓർത്തിട്ട് പലർക്കും, എല്ലാവരും മനോധൈര്യം ഉള്ളവരല്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ആരും മനോധൈര്യം കൈവിടരുതെന്നാണ്. നമ്മൾക്ക് എന്ത് ആണെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ജനിച്ചു, അത് ഒരു സമയം നമ്മൾ പോകും. പക്ഷെ എന്ത് ജോലി ചെയ്തും ജീവിക്കുക. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവർ തരും എന്നുള്ള വിശ്വാസത്തിൽ ഒരിക്കലും ജീവിക്കരുത്. നമുക്കുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും അത് ചിന്തിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ് നിങ്ങൾ രണ്ടുപേരും. അതെ.